ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാവക്കക്കറി ഉണ്ടാക്കിയാലോ. ഇതിനകത്തേക്ക് ഒരു 4 പാവക്ക എടുത്ത് വളരെ കനം കുറഞ്ഞ് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കുക. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാവക്കയുടെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് അരപ്പുണ്ടാക്കുന്നതിലേക്കായിട്ട് ഒരു മുറി തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ വറുത്ത് അത് അരച്ചെടുക്കുക. ശേഷം 2 ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞ് അതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞതും വേപ്പിലയും ഇട്ട് ഉപ്പും ശർക്കരയും ആവശ്യത്തിനിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പാവക്കയും കൂടി ഇട്ട് ശരിക്കൊന്ന് വേകണം. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ ഇറക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ചിട്ട് കഴിഞ്ഞാൽ വിഷു സ്പെഷ്യൽ ഒരു അടിപൊളി പാവക്കക്കറി റെഡി. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.